Hello, welcome to Learnino. This is Danya. അപ്പം ഈ വീഡിയോ നമ്മൾ HTTP പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്ത് വരുന്ന MCQs ആണ് കേട്ടോ. Okay, question number 1. The default connection type used by HTTP is. അപ്പോൾ HTTP യൂസ് ചെയ്യുന്ന default connection type ഏതാണെന്നുള്ളതാണ് question. The options are persistent, non-persistent, can be either persistent or non-persistent depending upon the connection request. Option D, none of the mentioned. Okay, നമ്മൾ പഠിച്ചതാണ്. Answer is persistent. Okay, default connection type used by HTTP is persistent. Okay, persistent connectionൽ server അടുത്ത റെസ്പോൺസ് ഒരു റെസ്പോൺസ് കഴിഞ്ഞാലും അടുത്ത റിക്വസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ആ കണക്ഷൻ ലീവ് ചെയ്യാതെ തന്നെ നിൽക്കും. ഓക്കെ, ഇൻ പെർസിസ്റ്റന്റ് കണക്ഷൻ സെർവർ ലീവ്സ് കണക്ഷൻ ഓപ്പൺ ആഫ്റ്റർ സെൻഡിങ് റെസ്പോൺസ്. റെസ്പോൺസ് കഴിഞ്ഞാലും കണക്ഷൻ എപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, question number 2. The time taken by a packet to travel from client to server and then back to client is called dash. Options are STT, RTT, PTT, JTT. Okay, നമ്മളിത് ജസ്റ്റ് എന്താന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. RTT ആണ് ആൻസർ. റൗണ്ട് ട്രിപ്പ് ടൈം എന്നൊരു വേർഡ് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൗണ്ട് ട്രിപ്പ് ടൈം ആണ് ആൻസർ. അപ്പോൾ എന്താണ് റൗണ്ട് ട്രിപ്പ് ടൈം? ഓക്കെ, ഇപ്പോൾ ഒരു ക്ലയന്റിൽ നിന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവർ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ക്ലയന്റിൽ നിന്ന് സെർവറിലേക്ക് ഒരു പാക്കറ്റ് വന്ന് തിരിച്ച് സെർവറിൽ നിന്ന് ക്ലയന്റിലേക്ക് എത്തുന്ന ആ ഒരു ടൈം ആണ്, ഒരു പാക്കറ്റ് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ എടുത്ത സമയമാണ് RTT, റൗണ്ട് ട്രിപ്പ് ടൈം. ഓക്കെ, question number 3. The HTTP request message is sent in dash part of three-way handshake. Okay, അപ്പോൾ ഒരു 3-way handshake-ൽ HTTP റിക്വസ്റ്റ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് ഏത് പാർട്ടിലാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ആൻസർ ഇസ് ഓപ്ഷൻ സി, തേർഡ് ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ ക്ലയന്റ് സെൻഡ്സ് എ സെഗ്മെന്റ് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ വിത്ത് ദ സെർവർ. സെർവറും ക്ലയന്റും തമ്മിലൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലയന്റ് ഒരു സെഗ്മെന്റ് സെർവറിന് സെൻഡ് ചെയ്യാണ് ഫോർ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ്, ദ ക്ലയന്റ് വെയിറ്റ്സ് ഫോർ ദ അക്നോളജ്മെന്റ് ടു ബി റിസീവ്ഡ് ഫ്രം ദ സെർവർ. സെർവറിൽ നിന്ന് തിരിച്ച് ക്ലയന്റിന് ഒരു അക്നോളജ്മെന്റ് കിട്ടുന്നത് വരെ ക്ലയന്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ, ആഫ്റ്റർ റിസീവിംഗ് ദ അക്നോളജ് ദ ക്ലയന്റ് സെൻഡ്സ് ദ ആക്ച്വൽ ഡാറ്റ സെർവറിലേക്ക്. തേർഡ് സ്റ്റെപ്പായിട്ട് ആക്ച്വൽ ഡാറ്റ എന്താണോ അത് സെൻഡ് ചെയ്യും. ഓക്കെ, കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ്, അതിനുശേഷം അക്നോളജ്മെന്റ്, അതിനുശേഷമാണ് നമ്മൾ ആക്ച്വൽ ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ HTTP റിക്വസ്റ്റ് മെസ്സേജ് ഈസ് സെൻഡ് ഇൻ third part of the three-way handshake protocol. Okay, question number 4. In the process of fetching a web page from a server, the HTTP request or response take dash RTT. Okay, അപ്പോൾ ഒരു വെബ് പേജ് സെർവറിൽ നിന്ന് ഫെച്ച് ചെയ്യുമ്പോൾ, ഒരു വെബ് പേജ് ഒരു സെർവറിൽ നിന്ന് ഫെച്ച് ചെയ്യുമ്പോൾ HTTP റിക്വസ്റ്റ് റെസ്പോൺസ് എടുക്കുമ്പോൾ എത്ര റൗണ്ട് ട്രിപ്പ് ടൈമാണ് എടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെബ് പേജ് ഡൗൺലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ നമുക്ക് ക്ലയന്റ് സെർവർ അവിടെ കണക്ഷൻ വേണം അല്ലേ. അതിലാണ് നമ്മൾ HTTP യൂസ് ചെയ്യുന്നത് റിക്വസ്റ്റ് റെസ്പോൺസ് ആയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർക്കേണ്ടത് എത്ര റൗണ്ട് ട്രിപ്പ് ടൈം വേണം എന്നുള്ളതാണ്. നമ്മൾ ഓർക്കണം, ഡിഫോൾട്ട് ആയിട്ട് HTTP കണക്ഷൻ എപ്പോഴും പെർസിസ്റ്റന്റ് കണക്ഷൻ ആണ്. ഓക്കെ, പെർസിസ്റ്റന്റ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ വൺസ് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ടൈം സെറ്റ് ചെയ്തൊന്നുമില്ലെങ്കിൽ ടൈമർ അല്ലെങ്കിൽ ക്ലയന്റിന്റെ റിക്വസ്റ്റ് പ്രകാരം മാത്രമാണ് അവിടെ കണക്ഷൻ ടെർമിനേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരൊറ്റ റൗണ്ട് ട്രിപ്പ് ടൈം മതി ഒരു വെബ് പേജ് സെർവറിൽ നിന്ന് റിട്രീവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് ഓൺലി 1 റൗണ്ട് ട്രിപ്പ് ടൈം ടു ഫെച്ച് എ വെബ് പേജ് ഫ്രം എ സെർവർ. ഓക്കെ, next is question number 5. The first line of HTTP request message is called. Options request line, header line, status line, entity line. Okay, അപ്പോൾ HTTP റിക്വസ്റ്റ് മെസ്സേജ് ആണ് കേട്ടോ. റിക്വസ്റ്റ് മെസ്സേജിന്റെ ആദ്യത്തെ ലൈൻ എന്താണ്? ഓക്കെ, റിക്വസ്റ്റ് ലൈൻ ആണ്. ഓക്കെ, നമ്മളിതൊക്കെ പറഞ്ഞതാണ്. ലൈൻ ഫോളോഡ് ബൈ റിക്വസ്റ്റ് ലൈൻ ആണ് കോൾഡ് ഹെഡർ ലൈൻ. അതുപോലെ തന്നെ സ്റ്റാറ്റസ് ലൈൻ ആണ് റെസ്പോൺസ് മെസ്സേജിലെ ഇനീഷ്യൽ പാർട്ട്. ഓക്കെ, റിക്വസ്റ്റ് മെസ്സേജിലെ ഇനീഷ്യൽ പാർട്ട് റിക്വസ്റ്റ് ലൈൻ, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ലൈൻ ആണ് റെസ്പോൺസ് മെസ്സേജിലെ ഇനീഷ്യൽ പാർട്ട്. ഓക്കെ,
Next is question number 6. The values get, post, head, etc. are specified in dash of HTTP message. അപ്പം HTTP മെസ്സേജിൻ്റെ എവിടെയാണ് ഈ get, post, head എന്നുള്ള വാല്യൂസ് എല്ലാം സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആൻസർ ഇസ് ഓപ്ഷൻ എ, റിക്വസ്റ്റ് ലൈൻ. ഓക്കെ, റിക്വസ്റ്റ് ലൈനിൽ തന്നെയാണ് ഗെറ്റ്, പോസ്റ്റ് ആൻഡ് ഹെഡ് വാല്യൂസ് എല്ലാം തന്നെ കൊടുക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് സ്പെസിഫൈഡ് ഇൻ ദ മെത്തേഡ് ഫീൽഡ് ഓഫ് ദ റിക്വസ്റ്റ് ലൈൻ. നമ്മുടെ റിക്വസ്റ്റ് ലൈനിലെ ഒരു മെത്തേഡ് എന്ന് പറയുന്ന ഫീൽഡിലാണ് ഈ ഒരു ഗെറ്റ്, പോസ്റ്റ്, ഹെഡ് എല്ലാം കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് 7th question. The dash method when used in the method field leaves entity body empty. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞത് ഇപ്പം മെത്തേഡ് ഫീൽഡ്, റിക്വസ്റ്റ് ലൈനിൻ്റെ മെത്തേഡ് ഫീൽഡിലാണ് ഈ ഗെറ്റ്, പോസ്റ്റ്, ഹെഡ് ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഏത് മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാലാണ്, മെത്തേഡ് ഫീൽഡിൽ ഏത് മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാലാണ് എൻറ്റിറ്റി ബോഡി എംപ്റ്റി ആയിട്ട് വെക്കുന്നത്, എൻറ്റിറ്റി ബോഡി എംപ്റ്റി ആയിട്ട് വെക്കുന്നത്. ആൻസർ ഓപ്ഷൻസ് എ, പോസ്റ്റ്, ബി, സെൻഡ്, സി, ഗെറ്റ്, ഡി, പുട്ട്. ആൻസർ ഇസ് ഓപ്ഷൻ സി, ഗെറ്റ്. ഓക്കെ, അപ്പോൾ അപ്പം ആക്ച്വലി സെർവറിൽ നിന്ന് നമുക്കൊരു റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഓക്കെ, 2 മെത്തേഡ്സ് ഹെൽപ്പ് ടു റിക്വസ്റ്റ് എ റെസ്പോൺസ് ഫ്രം സെർവർ. സെർവറിൽ നിന്ന് നമുക്കൊരു കറക്റ്റ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഗെറ്റ് ആൻഡ് പോസ്റ്റ്. ഓക്കെ, ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും. ഗെറ്റ് മെത്തേഡ് ആണെങ്കിൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് ദ ഡേറ്റ ഫ്രം ദ സെർവർ, ക്ലയൻറ്റ് സെർവറിൽ നിന്ന് ജസ്റ്റ് ഡേറ്റ റിക്വസ്റ്റ് ചെയ്യും. പോസ്റ്റ് മെത്തേഡ് ആണെങ്കിൽ ക്ലയൻറ്റ് സബ്മിറ്റ് ചെയ്യും പ്രോസസ് ടു ദ സെർവർ. ഓക്കെ, നമുക്ക് പ്രോസസ് ചെയ്യേണ്ട ഡേറ്റ ഏതാണോ ആ ഡേറ്റാനെ സെർവറിലേക്ക് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോസ്റ്റിലാണ്. ഓക്കെ, അതാണ് ഗെറ്റ് ആൻഡ് പോസ്റ്റ്. Next is question number 8. The HTTP response message leaves out the requested object when dash method is used. Okay, അപ്പം ഏത് മെത്തേഡ് യൂസ് ചെയ്താലാണ് HTTPയുടെ റെസ്പോൺസ് മെസ്സേജ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഓപ്ഷൻസ് ഗെറ്റ്, പോസ്റ്റ്, ഹെഡ്, പുട്ട്. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ സി, ഹെഡ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഗെറ്റ് മെത്തേഡിനേക്കാളും എല്ലാം കുറച്ചും കൂടിയിട്ട് ഫാസ്റ്റർ ആണ് ഹെഡ് മെത്തേഡ്. ഓക്കെ, അപ്പം കാരണം ഈ ഹെഡ് മെത്തേഡിൽ വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ഡേറ്റ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹെഡ് മെത്തേഡ് ആകെ കൂടി ചോദിക്കുന്നത് ആ ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രമാണ്. ഓക്കെ, അത് ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ടല്ല, ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഹെഡ് മെത്തേഡിൽ ചോദിക്കുന്നത്. സോ അവിടെ കുറച്ചും കൂടി ഫാസ്റ്ററാണ് ഗെറ്റ് മെത്തേഡിനേക്കാളും. അതുപോലെ തന്നെ കുറവ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, next is question number 9. Find the oddly matched HTTP status code. Okay, odd man out കണ്ടുപിടിക്കാനാണ്. അപ്പം HTTP സ്റ്റാറ്റസ് കോഡ്സ് ആണ് തന്നിട്ടുള്ളത്, അതിൽ ഓഡ് വൺ ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ഇസ് 200 okay, 400 bad request, 301 moved permanently, 304 not found. Okay, oddly matched HTTP status code ആണ് ചോദിക്കുന്നത്. ഹിയർ ആൻസർ ഇസ് 304 not found. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ് ചെയ്യാം, കാരണം ഇത് നമ്മൾ കാണാറുള്ളതാണ്. 304 not found കറക്റ്റ് ആണല്ലോ എന്ന് തോന്നുന്നു, പക്ഷെ ബാക്കി 3 എണ്ണമാണ് കറക്റ്റ്. 200 okay, 400 is bad request, 301 is moved permanently. ഇതിൽ 304ന് പകരം 404 ആണ് not found വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 10. Which of the following is not correct? ഇതിൽ തെറ്റായത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് വെബ് ക്യാഷ് ഡസൻറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡിസ്ക് സ്പേസ്. ഓപ്ഷൻ ബി വെബ് ക്യാഷ് ക്യാൻ ആക്ട് ബോത്ത് ലൈക്ക് സെർവർ ആൻഡ് ക്ലയൻറ്റ്. ഓപ്ഷൻ സി വെബ് ക്യാഷ് മൈറ്റ് റെഡ്യൂസ് ദ റെസ്പോൺസ് ടൈം. ഡി വെബ് ക്യാഷ് കണ്ടെയ്ൻസ് കോപ്പീസ് ഓഫ് റീസെൻ്റ്ലി റിക്വസ്റ്റഡ് ഒബ്ജക്ട്സ്. ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ എ. Web cache does not has its own disk space. അത് കറക്റ്റ് അല്ല. ഓക്കെ, അപ്പം വെബ് ക്യാഷ് എന്താണെന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. വെബ് ക്യാഷ് അല്ലെങ്കിൽ HTTP ക്യാഷ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊരു ടെമ്പററി സ്റ്റോറേജ് ആണ്. അപ്പം നമ്മൾ HTML പേജസും അതുപോലെ ഇമേജസ് എല്ലാം തന്നെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ് HTTP ക്യാഷ്. ഓക്കെ,
Okay, next question, the conditional get mechanism. Conditional get mechanism offer ചെയ്യുന്നത് എന്താണ്? Options: imposes conditions on the objects to be requested. B. Limits the number of responses from a server. C. Helps to keep a cache up to date. D. None of the above. Answer is option C. It helps to keep a cache up to date. Okay, get mechanisms will keep a cache up to date. Next is question number 12. Which of the following is present in both an HTTP request line and a status line? Okay, options: HTTP version number, URL, method, none of the mentioned. Okay, both HTTP request ലൈനിലും അതുപോലെ തന്നെ റെസ്പോൺസ് ആയിട്ടുള്ള സ്റ്റേറ്റസ് ലൈനിലും രണ്ടിലും ഒരേപോലെ പ്രസന്റ് ആയിട്ടുള്ളത് ഏത്? ഓക്കെ, ആൻസർ ഇസ് ഓപ്ഷൻ എ, HTTP വേർഷൻ നമ്പർ. ഓക്കെ, വേർഷൻ നമ്പർ ആണ് ഉണ്ടാവും. അപ്പോൾ അത് next is question number 13. HTTP is dash protocol. Options: application layer, transport layer, network layer, data link layer. Answer is option A, application layer. HTTP ഉള്ളത് application ലെയറിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ ആണ്. അപ്പം next is question number 14. HTTP client request by establishing a dash connection to a particular port on the server. Options: UDP, user datagram protocol. B, transmission control protocol. C, border gateway protocol. D, domain host control protocol. Okay, അപ്പം HTTP ക്ലയൻറ്റ് സെർവറിലേക്ക് ഒരു പർട്ടിക്കുലർ പോർട്ടിൽ നിന്ന് സെർവറിലേക്ക് കണക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, TCP ആണ് നമ്മൾ പറഞ്ഞതാണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ്? അത് റിലയബിൾ പ്രോട്ടോകോൾ ആണ്. ഓക്കെ, FTP അതുപോലെ തന്നെ ഡൊമൈൻ ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോകോൾ, ഇതൊന്നും തന്നെ നെറ്റ്വർക്ക് ലെയറിൽ വരുന്നതല്ല. ഓക്കെ, സോ ഇവിടെ ആൻസർ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. ഓക്കെ, നെക്സ്റ്റ് ഇസ് 15th question. ഇൻ HTTP പൈപ്പ്ലൈനിങ് ഡാഷ്. HTTP പൈപ്പ്ലൈനിങ്ങിൽ എന്താണ് നടക്കുന്നത്? ഓക്കെ, ആൻസർ ഇസ് മൾട്ടിപ്പിൾ HTTP റിക്വസ്റ്റ് ആണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു കണക്ഷനിൽ കൂടെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെയാണ് ആൻസർ. മൾട്ടിപ്പിൾ HTTP requests are sent on a single TCP connection without waiting for the corresponding responses. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് HTTPനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ പഠിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.